കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലിരിക്കെ 2 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മലബാർ മെഡിക്കൽ കോളേജിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് ഉള്ളിയേരി മണ്ഡലം പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് കാലതാമസം വരുത്തിയെന്ന് ആരോപിച്ചാണ് പരാതി നൽകിയത്. ആകാശ് ചേരുന്നുണ്ട്. ആകാശെ, ഈ മലബാർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഉണ്ടായിട്ടുള്ളത്. ഈ കുഞ്ഞിൻ്റെ ജീവൻ കയ്യിൽ വെച്ച് അവനെ രക്ഷിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ആശുപത്രി മാറ്റണമെന്ന കുടുംബം നിർബന്ധം പിടിച്ചത്. അങ്ങനെ മാറ്റാതിരിക്കണമെങ്കിൽ അതിന് മതിയായ അത്രയ്ക്കും പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാരണമൊന്നും ഇവിടെ ആശുപത്രി അധികൃതർ ആ ബന്ധുക്കളോട് പറഞ്ഞില്ല. മാത്രമല്ല, ബില്ല് തുക മുഴുവൻ അടച്ചതിന് ശേഷമാണ് ആ കുഞ്ഞ് മരിച്ച വിവരം പോലും ആ കുടുംബം അറിയുന്നത്. അപ്പോൾ ഉണ്ടായിരിക്കുന്നത് കനത്ത വീഴ്ചയാണെന്നതിൽ സംശയമില്ല. എന്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? അരുണ, പ്രധാനമായും പറയേണ്ടത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ നിരവധി ചികിത്സാ പിഴവുകളായാൽ പോലും മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനായിട്ട് പ്രതികരിക്കുകയും പരാതിയുമായി രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ടിരുന്നു. ഈ ചികിത്സാ പിഴവിനെ തുടർന്നുള്ള മരണമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പിന്നീട് ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഷമീൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും മണിക്കൂറുകളോളം ചികിത്സ വൈകിപ്പിച്ചു. കൂടാതെ ഈ ആശുപത്രിയിൽ അമിത ബില്ല് ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇന്നലെ രാവിലെയാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിക്കുന്നതും പിന്നീട് മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും ചെയ്ത് അതിനുശേഷം കുട്ടിയെ അവിടെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ കുടുംബമാണ് ആദ്യം തന്നെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ ആശുപത്രി അധികൃതർ ഇതിന് തയ്യാറാവാത്തൊരു സാഹചര്യം. കൂടാതെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ പകരം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊള്ളൂ, അങ്ങനെയാണെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഈ ICU ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനവുമായി വന്നതിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ കുടുംബം ആരോപിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ICU ഉള്ള ആംബുലൻസ് ഈ ആശുപത്രിയിൽ തന്നെ നിലവിലുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ എന്നൊരു കാര്യം ഇവർ കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിനെതിരെയാണ് ഈ 2 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്.